ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് പുതിയൊരു തായ് ഡ്രാമയായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ ഇട്ട 2 ഡ്രാമാസിനും എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും 2 എണ്ണമാണ് കിട്ടിയത്. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാലും ചാനലിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. സോ പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ചെയ്യില്ലേ? അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. ഈ ഡ്രാമയുടെ ഓൺലൈൻ എന്താണെന്ന് വെച്ചാലും ഒരു ഹീറോയിനെ 2 ഹീറോസ് ചേർന്ന് ലവ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. അപ്പോൾ 2 ബ്രദേഴ്സ് ചേർന്ന് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അടികൂടുന്നുണ്ട്. ഇതിൽ ഹീറോയിനെ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഇവർക്കിടയിൽ നടക്കുന്ന ഫൈറ്റ് സീനൊക്കെ വളരെ ക്യൂട്ടായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് കോട്ടൻ എന്നാണ്. നമ്മുടെ ഹീറോയിൻ ഒരു അനാഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടും തൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനായിട്ട് പല കമ്പനികളിലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജി ആണ്. ജി ഒരു വലിയ പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ അഹങ്കാരങ്ങളൊക്കെ ഇവനുണ്ട്. പണം ഉണ്ടെന്നുള്ള പേരിൽ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാതെ പല പെൺകുട്ടികളുമായിട്ട് കറങ്ങി നടക്കലാണ് ഇവൻ്റെ പ്രധാന വിനോദം. അതുകൊണ്ട് തന്നെ നോട്ട്സും അസൈൻമെൻറ്റും ഒന്നും കറക്റ്റായിട്ട് എഴുതാറുണ്ടായിരുന്നില്ല. നമ്മുടെ ഹീറോയിന് എപ്പോഴും ക്യാഷ് കൊടുത്തിട്ടും ഇതെനിക്ക് എഴുതി തരാമോ, അതെനിക്ക് എഴുതി തരാമോ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞും എപ്പോഴും അവളെ ടോർച്ചർ ചെയ്യലാണ് ഇവൻ്റെ പണിയും. എന്നാലും ഹീറോയിൻ അതൊക്കെ അനുസരിക്കാറുണ്ടായിരുന്നു. കാരണം അവൾക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ അവനെ ഓൺ സൈഡായിട്ട് ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജിക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. അവൻ പല പെൺകുട്ടികളുമായിട്ട് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവർ സ്കൂൾ ഡേയ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കോളേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജി ഒരു ദിവസം ഹീറോയിനോട് വന്ന് പറയണം, ഇനി എൻ്റെ ശല്യം നിനക്ക് ഉണ്ടാവില്ല. ഞാനിവിടെ നിന്നും എബ്രോഡ് പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി കുറേ നാളത്തേക്ക് നമ്മൾ മീറ്റ് ചെയ്യില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഭയങ്കര സങ്കടത്തിലും ആണോ ശരി പോയിട്ട് വാന്നും പറഞ്ഞ് അവന് യാത്ര അയക്കുന്നുണ്ട്. പക്ഷെ അവൻ പോയതിനു ശേഷം അവൾ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. ഇനി ഇവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ടും നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്തും അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയണം, നീ അറിഞ്ഞോ ജിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അവൾ അബോർഷൻ ചെയ്യാൻ പോവാണ്. അവൾ എങ്ങാനും അബോർഷൻ ചെയ്താലും ജിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, അയ്യോ അങ്ങനെയാണോ, ജിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അവനിപ്പോൾ നാട്ടിൽ പോലും ഇല്ല, ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് ജിയുടെ ഗേൾ ഫ്രണ്ടിനെ നേരെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയുക നീ പ്രഗ്നൻ്റ് ആണോ അതോ അവൻ്റെ ഇന്ന് പൈസ വാങ്ങാനുള്ള അടവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ടും, നിനക്ക് തന്നെ അവനെ പറ്റി നന്നായിട്ട് അറിയാലോ, അവനൊരു പ്ലേ ബോയ് ആണ്, എന്നെ വിട്ടിട്ട് ഇപ്പോൾ അവൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് ഡേറ്റിങ്ങിലാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഈ കുഞ്ഞിനെ ഞാൻ അബോർഷൻ ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, നീ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഈ മരുന്നൊന്നും കഴിച്ച് കുഞ്ഞിനെ അബോർട്ട് ചെയ്യരുത്, വെയിറ്റ് ചെയ്യ്, ഞാൻ അവനൊന്ന് കോൾ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ടും, നീ എത്ര കോൾ ചെയ്താലും അവൻ അറ്റൻഡ് ചെയ്യില്ല, കാരണം അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആപ്സിൻ്റെ കൂടെ ആയിരിക്കും ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും നിന്നെയും കുഞ്ഞിനെയും അവൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടും നേരെ ജിയെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ അവൻ ആപ്സ് എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഈ കാര്യം ഹീറോയിനും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് എക്സ് ഗേൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, അവനിപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്, നീ എന്തായിരുന്നാലും അബോർഷൻ ചെയ്യരുത്, അവൻ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ എക്സ് ഗേൾ ഫ്രണ്ട് കുഞ്ഞിനെ അബോർഷൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ്. പെട്ടെന്ന് ഒരു ദിവസം ജി ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടും ഇടേ ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് അവളെ ഹഗ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ സമയത്തും അവിടെ ഒരു പാഴ്സൽ വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു കുഞ്ഞു വാവ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹീറോയിൻ, നീ എന്താടാ ഈ പാഴ്സലുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇതിൻ്റെ അകത്തുനിന്ന് എന്തിനാ കുഞ്ഞു കരയുന്ന സൗണ്ട് കേൾക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയും, ഇത് ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ നേരത്തെ കണ്ടില്ലേ, ഇതിന്ന് ഇപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്, വാ നമുക്ക് തുറന്നു നോക്കാമെന്നും പറഞ്ഞു രണ്ടുപേരും ചേർന്ന് ആ പാഴ്സൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗേൾ ബേബി ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒരു ലെറ്ററും കൂടെ അതിലുണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഞാൻ ജിയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ്, നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ബേബിയെ ഞാൻ അബോർഷൻ ചെയ്യാത്തതും, ഇപ്പോൾ ഈ കുഞ്ഞിന് 3 മാസം ആയിട്ടുണ്ട്, ഇതുവരെ അവൻ്റെ യാതൊരുവിധ അറിവുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, നീ അന്ന് പറഞ്ഞതുപോലെ ഇവളെ നീ തന്നെ നോക്കിക്കോളൂ, കുഞ്ഞിൻ്റെ പേര് മോച്ചിയാണെന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററിനോടൊപ്പം കുഞ്ഞിനെയും കൂടെ അവൾ പാഴ്സൽ അയച്ചതായിരുന്നു. അത് കാണുന്ന ഹീറോയിൻ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ലെറ്റർ വായിച്ച ജി, ഇത് എൻ്റെ കുഞ്ഞാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ദേഷ്യത്തിലും, ഒരു പെൺകുട്ടിയോടൊപ്പമാണ് കറങ്ങി നടന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയായിരുന്നു, പക്ഷേ നീ പല പെൺകുട്ടികളുമായിട്ടല്ലേ കറങ്ങി നടക്കുന്നത്, ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്, അന്നേ അവൾ പറഞ്ഞതാണ് അവൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്, പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ട് അവൾ കള്ളം പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യേണ്ട, നീ നോക്കിയില്ലെങ്കിലും കുഞ്ഞിനെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവളിപ്പോൾ പാഴ്സൽ അയച്ചത്, പക്ഷെ അവൾ യഥാർത്ഥത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്നു, ഈ കുഞ്ഞിനെ നീ തന്നെ നോക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജി, ഇല്ല എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, എൻ്റെ ജ്യേഷ്ഠൻ എങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും, പ്ലീസ് ഈ ബേബിയെ നീ തന്നെ നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, എന്താ ഞാൻ നോക്കാനോ, എനിക്ക് മാരേജ് പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് ഞാൻ ഒരു പെൺകുഞ്ഞിനെ നോക്കുന്നത്, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിയും, ഞാൻ നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാം, നിനക്ക് എത്ര അപ്പാർട്ട്മെന്റ്സ് വേണമെങ്കിലും തരാം,
തരാം, ഈ കുഞ്ഞിന്റെ ഫുൾ ചിലവ് ഞാൻ നോക്കിക്കോളാം, പ്ലീസ് ഈ കുഞ്ഞിനെ മാത്രം നീ ഒന്ന് നോക്കിയാൽ മതി, നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തന്നെ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ ഇല്ല ഞാൻ നോക്കില്ല എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജിയും ഓക്കെ എങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് ഒരു അനാഥാശ്രമത്തിൽ വിടാം, അവിടെ വളരെ കഷ്ടപ്പെട്ട് നിന്നെ പോലെ തന്നെ ഒരു അനാഥയായിട്ട് ഇവള് വളർത്തേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് വിഷമാവുന്നുണ്ട്. കാരണം ഒരു അനാഥയായിട്ട് വളരുന്നതിന്റെ വിഷമം അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ആ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ കുഞ്ഞ് വളരെ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിനും ആ കുഞ്ഞിനെ അനാഥാശ്രമത്തിൽ വിടാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ ഞാനിവളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുന്നുണ്ട്. ജി പറഞ്ഞതുപോലെ ഹീറോയിന് വേണ്ട അപ്പാർട്ട്മെന്റും കാറും ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് മാസം മാസം സാലറിയും കൊടുക്കുന്നുണ്ട്. ഹീറോയിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അവൾ മോച്ചി ബേബിയെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ നോക്കുന്നുണ്ട്. ജി വല്ലപ്പോഴും മാത്രം വന്ന് കുറേ ഗിഫ്റ്റുമായിട്ട് കുഞ്ഞിനെ മീറ്റ് ചെയ്തിട്ട് പോവായിരുന്നു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പം മോച്ചി ബേബി 3 വയസ്സുള്ള നല്ല കുട്ടി കുറുമ്പിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ മോച്ചി ബേബിയെ കൊണ്ട് ജസ്റ്റ് പാർക്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിന് ഒരു കോൾ വരുന്നുണ്ട്. കുഞ്ഞുനാളിൽ ഹീറോയിനെ ഒരുപാട് സഹായിച്ച ഒരു ടീച്ചറും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, വേഗം നീ നാട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് ഹീറോയിന്റെ ഫ്രണ്ട് വിളിച്ചതായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം ഒരു അനാഥ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആകെപ്പാട് കിട്ടിയ സ്നേഹം അവളുടെ ടീച്ചറിന്റെ അടുത്ത് നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അവളുടെ ടീച്ചറിനെ കാണാൻ പോകാൻ അവൾ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ജിയെ കോൾ ചെയ്തിട്ട് ഒരാഴ്ചത്തേക്ക് നീ മോച്ചി ബേബിയെ നോക്കാമോ, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജി ഇല്ല എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, ഞാൻ അതിനു വേണ്ടിയല്ലേ നിനക്ക് സാലറി തരുന്നത്, നീ തന്നെ അവളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് അവൻ്റെ കുഞ്ഞാണ്, എന്നിട്ട് ഒരാഴ്ചത്തേക്ക് പോലും അവന് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മോച്ചി ബേബി അവിടെ നിന്ന് ഓടി നേരെ റോഡിലേക്ക് പോകുന്നുണ്ട്. അത് കാണുന്ന ഹീറോയിൻ അയ്യോ മോച്ചി എന്നും പറഞ്ഞ് ബാക്കിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഈ സമയത്ത് ഒരു കാറ് മോച്ചിയെ ഇടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ സൈഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഹീറോ ഇറങ്ങി വരുന്നുണ്ട്. അതെ ഇവനാണ് നമ്മുടെ ഹീറോ, ഇവന്റെ പേര് കെ എന്നായിരുന്നു. അപ്പോൾ കെ പുറത്തേക്ക് വന്നിട്ട് മോച്ചി ബേബിയെ കയ്യിലെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ഓടി വന്നും അയ്യോ സോറി ഇതെന്റെ ബേബിയാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കെയും ഓക്കെ കുഞ്ഞിനെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കണ്ടേ, ഞാനും നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്നത് മോച്ചി ബേബിയെ ജി നോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവളോടൊപ്പം കുഞ്ഞിനെയും കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ ഹീറോയിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവളെയും കൂട്ടിയിട്ട് നേരെ ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. മോച്ചി ബേബിയെ കാണുമ്പോൾ ഹീറോയിന്റെ ടീച്ചറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത് നിന്റെ കുഞ്ഞാണോ ചോദിക്കുന്നുണ്ട്. ഹീറോയിനും അതേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുഞ്ഞുനാളിലും ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, ഇപ്പോൾ അവൾക്ക് നല്ലൊരു ഫാമിലി കിട്ടിയല്ലോ, എനിക്ക് അത് മതിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ കുറേ ടൈം ടീച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പറയുന്നുണ്ട് ഇന്നിവിടെ ഒരു പാർട്ടി ഉണ്ട് നമുക്ക് പോയാലോ എന്നുള്ളത്. അത് കേൾക്കുന്ന ഹീറോയിൻ നിനക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളതല്ലേ, മോച്ചി ബേബിയെ ഞാൻ എവിടെയാ വിടാന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഫ്രണ്ടും അത് ഓർത്ത് നീ വിഷമിക്കണ്ട, നമുക്ക് മോച്ചി ബേബിയെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വിടാം, അവൾ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോളും, നീ ഒട്ടും ടെൻഷൻ ആവണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. കാരണം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അവൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാർട്ടിക്ക് പോയിട്ട്. അതുകൊണ്ട് തന്നെ മോച്ചി ബേബിയെ ആ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ വീട്ടിൽ വിട്ടിട്ട് നേരെ പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെ പോയി അവൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം ബോധവും പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ജീം ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട്. നീ നാട്ടിലെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും എത്തി എന്ന് പറയുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവള് ഏതോ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യം ജിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താ പാർട്ടി അറ്റൻഡ് ചെയ്യാണോ, എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നിന്റെ കുഞ്ഞിനെ ഞാൻ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാനിപ്പോൾ പാർട്ടി എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ജീം എനിക്ക് ഒന്നും കേൾക്കുന്നില്ല, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഹീറോയിനും ആടി പുറത്തേക്ക് പോയിട്ട് ഒരു കാറിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജി പറയാണ് എൻ്റെ കുഞ്ഞിനെ വേറൊരു വീട്ടിൽ വിട്ടിട്ട് പോകാൻ നിന്നോട് ആരാ പറഞ്ഞത്, നിനക്കും ഞാൻ ഒരുപാട് പണം തരുന്നില്ലേ, എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കേണ്ടത് നിന്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്താ കുഞ്ഞിനെ നോക്കാൻ വരാത്തത്, സിംഗിൾ പാരന്റ് ആയിട്ട് കുഞ്ഞിനെ നോക്കുന്നത് എത്ര കഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കാറിൽ അവൾ ഒരുപാട് ഇങ്ങനെ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ കാറ് നമ്മുടെ ഹീറോയുടേതായിരുന്നു. അവൻ എന്തോ ഒരു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് ഈ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് കുഞ്ഞിനോട് അത്ര സ്നേഹമാണ് ഉണ്ടായിരുന്നെങ്കിലും നീ വല്ലപ്പോഴെങ്കിലും അവളെ വന്ന് മീറ്റ് ചെയ്യുമായിരുന്നു, നീ ഇപ്പോൾ അവളെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് എത്ര നാളായി നിനക്കറിയാമോ, ഒരു ഗിഫ്റ്റ് പോലും നീ ഇപ്പോൾ ആ കുഞ്ഞിന് വാങ്ങി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ജിക്ക് ആകെ ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ടും ഹീറോയിൻ ആ കാറിന്റെ അടുത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല, കാറിൽ ചാരി തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയ്ക്കും കാറ് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഉടനെ ഹീറോ പുറത്തിറങ്ങിയിട്ടും നീ ഇവിടെ തന്നെ നിൽക്കാണോ, ഒന്ന് മാറി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. പക്ഷേ അവള് താഴെ വീഴാൻ പോകുന്നുണ്ട്. അത് കാണുന്ന ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ അവന്റെ കോട്ടിലേക്ക് തന്നെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അവളുടെ
അവളുടെ ഫ്രണ്ട്സ് ഓടി വന്നിട്ട് സോറി സാർ, ഇവള് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പാർട്ടി അറ്റൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഓവറായിപ്പോയി, സോറി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല, ഈ പെൺകുട്ടിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, സിംഗിൾ പാരന്റ് ആയിട്ട് ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അത് ഞാൻ പലപ്പോഴും നേരിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് ഇവൾ ഇത്ര ഡിപ്രസ്ഡ് ആയിട്ട് ഇപ്പോൾ ബോധം കെട്ട് വീണേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഫ്രണ്ട്സും ഓക്കെ സാർ, ഇവളെ എവിടെയെങ്കിലും ഒന്ന് കിടത്തണം, അതിനൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ അവളെയും കൊണ്ട് നേരെ ഒരു റൂമിലേക്ക് പോയിട്ട് അവിടെ കിടത്തുന്നുണ്ട്. ഫ്രണ്ട്സും അതിന് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജി കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവള് മോച്ചി ബേബിയെ ഏത് വീട്ടിലായിരിക്കും ആക്കിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ടെൻഷനിൽ നേരെ ഹീറോയിന്റെ ഫോണിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണ് ഹീറോയാണ് എടുക്കുന്നത്. ഉടനെ ജി നീ ആരാടാ, എവിടെയാ കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ അവൾ ഇവിടെ തന്നെയുണ്ട്, നന്നായി കുടിച്ചതുകൊണ്ട് അവൾ ബോധം കെട്ട് കിടക്കാണ്, നീ എന്തിനാ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ടത്, വല്ലപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ വന്ന് നോക്കിക്കൂടായിരുന്നു, ഇന്ന് നിന്നോട് അവൾ ഫോണിൽ ദേഷ്യപ്പെടുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജി അതിന് നീ ആരാടാ, നീ എന്തിനാ അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണേന്ന് ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട ജിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവനും അവളോട് ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അവൻ അത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് ഹീറോയിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പോലും ജിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാലും അവൾ ഇത് ആരോടൊപ്പം ആയിരിക്കും ഡ്രിങ്ക്സ് കഴിക്കാൻ പോയത്, അവൾ എന്തിനാ പാർട്ടിക്ക് പോയതും, ഇതുവരെ മോച്ചി ബേബിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവളൊരിടത്തും പോയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ ഇരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ ജിയുടെ ആൻറ്റി ജിയോട് പറയുന്നുണ്ട്, നീ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് കറങ്ങി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇനി മേലാൽ നീ ഒരു പെൺകുട്ടികളെയും ശല്യപ്പെടുത്തരുത്, എന്തിനധികം നിനക്ക് ആപ്സുമായിട്ട് എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും. എങ്ങാനും ആപ്സിന്റെ അച്ഛൻ നീ വേറെ പെൺകുട്ടികളുമായിട്ട് കറങ്ങി നടക്കുന്ന കാര്യം അറിഞ്ഞാലും നിന്നെ അയാൾ വെറുതെ വിടില്ല, ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവും, നിനക്കറിയാലോ, ആപ്സിന്റെ അച്ഛനാണ് നമ്മുടെ ബിസിനസിന്റെ മെയിൻ പാർട്ണർ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ജിയും ഓക്കെ, ഞാൻ ഇനി പെൺകുട്ടികളുമായിട്ട് വെറുതെ കറങ്ങി നടക്കില്ല എന്നുള്ള കാര്യം പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ആവുമ്പോൾ ഹീറോയിൻ രാവിലെ തന്നെ ഉറക്കം എണീക്കുന്നുണ്ട്. ഉടനെ അവളുടെ ഫ്രണ്ട് ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ ചെയ്തതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ, നിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരാളുടെ ബോഡിയിലേക്ക് നീ വോമിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളോ ആരാന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലേ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിന്റെ മനസ്സിലേക്ക് ഒന്ന് മിന്നി മാഞ്ഞു പോകുന്നത്. അയ്യോ, ഞാൻ എന്തൊക്കെയാ ചെയ്തത്, അയാൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഞാനും മോച്ചി ബേബി ഒറ്റയ്ക്കാണെന്നും പറഞ്ഞും അയാളോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, നീ അതോർത്ത് വിഷമിക്കേണ്ട, നിന്റെ ഹസ്ബൻഡിനെ കാണണമെന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഹസ്ബൻഡോ, ഞാൻ അതിനിപ്പോൾ എവിടെ പോകാനാന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും അതൊന്നും എനിക്കറിയണ്ട, മോച്ചി ബേബി നിന്റെ കുഞ്ഞാണെന്ന് കള്ളം പറഞ്ഞപ്പോൾ നിന്റെ ഹസ്ബൻഡിനെ പറ്റി ടീച്ചർ ചോദിക്കുമെന്ന് നീ വിചാരിച്ചില്ലല്ലേ, എത്രയും വേഗം ഒരു ഹസ്ബൻഡിനെ റെഡിയാക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും ഇനിയിപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ എവിടെയാ പോണേന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ ഫോണാണെന്നും പറഞ്ഞ് ഹീറോയിൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ഹീറോ ആയിരുന്നു. ഇന്നലെ ഹീറോയിനെ റൂമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹീറോയുടെ കോട്ടും ഫോണും അവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ബൂത്തിൽ നിന്നും ഹീറോ തന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യുന്ന ഹീറോയിൻ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഹീറോയിൻ സോറി, ഇന്നലെ നടന്നതിനൊക്കെ സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഓക്കെ, ഞാൻ എൻ്റെ കോട്ടും ഫോണും എവിടെ വന്നാൽ വാങ്ങേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും തന്റെ ടീച്ചർ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ആ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ മനസ്സിൽ തന്നെ ആലോചിക്കുന്നുണ്ട്, ഇവനെ തന്റെ ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞ് ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താ, അതിന് അയാൾ സമ്മതിക്കുമെന്നും പറഞ്ഞ് ഹീറോയിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ.